ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലവ് ആൻഡ് ഡെത്ത് എന്ന വെബ് സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാൻഡി ഡ്രഗ്സ് അടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ജഡ്ജി കാൻഡിയുടെ ലോയറോട് 10 മിനിറ്റ് കൊണ്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം തിരിച്ച് ഹിയറിങ്ങിന് ഹാജരാക്കാൻ വേണ്ടി പറയുന്നതാണ് കാണിക്കുന്നത്. ലോയർ വേറെ നിവൃത്തിയൊന്നുമില്ലാതെ കാൻഡിയെ തൊട്ടപ്പുറത്ത് മുറിയിൽ കൊണ്ടുപോയ ശേഷം അവളോട് താൻ പറയുന്ന കാര്യമെല്ലാം അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് തിരക്കുന്നു. വക്കീൽ അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ താൻ ബെറ്റിയെ കൊന്ന ശേഷം അവിടെ ചോരയിൽ കുളിച്ചെടുക്കുന്ന അവളുടെ ശരീരത്തിൻ്റെ ഓർമ്മകളാണ് വരുന്നത്. അവർ തിരിച്ച് കോർട്ടിൽ ഹാജരായ ഉടനെ കാൻഡിയുടെ ലോയർ ജൂൺ 13, 1980 ആ ദിവസം ബെറ്റിയുടെ വീട്ടിൽ നടന്ന സംഭവമെല്ലാം വിശദീകരിക്കാൻ വേണ്ടി പറയുന്നു. കാൻഡി താൻ വീട്ടിൽ ചെന്ന ഉടനെ ബെറ്റി തന്നെ അകത്തേക്ക് വിളിച്ചിരുത്തിയെന്നും ബെറ്റി തനിക്ക് കോഫിയെല്ലാം ഉണ്ടാക്കി തന്ന് അവളുടെ കൂടെ ജോളിയായി സംസാരിച്ചിരിക്കുകയായിരുന്നുവെന്നും എന്നാൽ പെട്ടെന്നവൾ അലനും തനിക്കുമിടയിൽ അഫയർ ഉണ്ടായിരുന്നുവെന്ന് തിരക്കുന്നു. താൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ചോദ്യം കേട്ടതും തനിക്ക് കള്ളം പറയാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ബെറ്റിയുടെ അടുത്ത് അത് സമ്മതിക്കേണ്ടി വന്നുവെന്നും ആ ദേഷ്യത്തിൽ ബെറ്റി വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു പോയ ശേഷം അവൾ ഒരു കോടാലിയും എടുത്തുകൊണ്ട് വന്ന് അത് വെച്ച് തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുവെന്നും താൻ ആദ്യമൊക്കെ ഇതിൽ നിന്നും പിന്മാറാൻ വേണ്ടി നോക്കിയെന്നും എന്നാൽ ബെറ്റി തന്നെ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്തതുകൊണ്ട് തനിക്ക് തൻ്റെ ഗതികേട് കൊണ്ട് ആ ഒരു കുറ്റം ചെയ്യേണ്ടി വന്നുവെന്ന് ആ കോടതിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇതെല്ലാം കേട്ടതും ലോയർ ബെറ്റി എങ്ങനെയാണ് നിങ്ങളുടെ അഫയറിനെ പറ്റി മനസ്സിലാക്കിയതെന്ന് തിരക്കുന്നു. എന്നാൽ കാൻഡി തനിക്കത് ഇപ്പോഴും വ്യക്തമായി മനസ്സിലായിട്ടില്ലെന്നും ചിലപ്പോൾ താൻ അലനെഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് എന്തെങ്കിലും ബെറ്റി കാണാൻ വേണ്ടിയിടായിട്ടുണ്ടാവുമെന്നും അതുകൊണ്ടാവും ബെറ്റി അവസരം കിട്ടിയപ്പോൾ അതിനെപ്പറ്റി തിരക്കിയതെന്ന് ലോയറോട് പറയുന്നു. തൻ്റെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ ഉടനെ ലോയർ കാൻഡി ബെറ്റിയെ കൊല്ലാൻ വേണ്ടിയെടുത്ത ആക്സ് എല്ലാം എടുത്ത് കാൻഡിക്ക് കാണിച്ചു കൊടുത്ത ശേഷം ഇത് വെച്ചാണോ നീ ബെറ്റിയെ കൊന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ ആ കോടാലി കണ്ടതും കാൻഡിക്ക് ഇത് വളരെയധികം ഡിസ്റ്റർബൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു. അവളുടെ മുഖത്തുള്ള ഈ ഭാവമാറ്റമെല്ലാം കണ്ട് ജഡ്ജിക്കും അവളോട് കുറച്ച് സെന്റിമെന്റ്സ് എല്ലാം തോന്നുന്നു. കാൻഡിയുടെ ലോയറുടെ വാദമെല്ലാം കഴിഞ്ഞതും ഗവൺമെന്റ് ലോയർ അന്ന് ബെറ്റിയെ കൊന്ന ശേഷം അന്ന് ചർച്ചിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നതെന്ന് തിരക്കുന്നു. കാൻഡി താൻ ചർച്ചിൽ പോയി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്നും തൻ്റെ വാച്ചിന് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും താൻ ഈ കൊലപാതകമെല്ലാം മറയ്ക്കാൻ വേണ്ടിയാണ് അവരുടെ അടുത്തെല്ലാം ആ ദിവസം കള്ളം പറഞ്ഞതെന്ന് ആ ലോയറിന്റെ അടുത്ത് സമ്മതിച്ചു കൊടുക്കുന്നു. കാൻഡിയുടെ മറുപടിയെല്ലാം കേട്ടതും ഗവൺമെന്റ് ലോയർ അന്ന് ബെറ്റിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയം സൺഗ്ലാസ് ധരിച്ചിരുന്നു എന്ന് തിരക്കുന്നു. കാൻഡിയാണെങ്കിൽ താൻ ധരിച്ചിരുന്നു എന്ന് പറഞ്ഞതും ലോയർ പോലീസിന് ഈ സൺഗ്ലാസിന്റെ കഷ്ണം ബെറ്റിയുടെ ഗാരേജിൽ നിന്നാണ് ലഭിച്ചതെന്നും അതുകൊണ്ട് കാൻഡി ബെറ്റിയുടെ വീട്ടിലെ ഗാരേജിൽ പോയിട്ടില്ല എന്നുള്ളത് കള്ളമാണെന്ന് കോടതിയോട് പറയുന്നു. എതിർഭാഗം വക്കീലിന്റെ ഈ ഒരു വാദം കേട്ടതും കാൻഡി താനും ബെറ്റിയും കൂടി തല്ലുപിടിച്ചത് ഗാരേജിന്റെ തൊട്ടപ്പുറത്തുള്ള മുറിയിലായിരുന്നുവെന്നും അതുകൊണ്ട് അവർക്കിടയിലുണ്ടായിരുന്ന ഫൈറ്റിനിടയിൽ സൺഗ്ലാസിന്റെ കഷ്ണം തെറിച്ചു പോയതാവാനാണ് സാധ്യത എന്ന് ആ ജഡ്ജിയോട് ബോധിപ്പിക്കുന്നു. ഗവൺമെന്റ് ലോയറിനാണെങ്കിൽ കാൻഡി രക്ഷപ്പെട്ടു പോകുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അയാൾ കാൻഡി ഇവിടെ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും അവൾ ശരിക്കും ബെറ്റിയെ കൊന്നതുകൊണ്ട് അവൾക്കെതിരെ പ്രോപ്പറായി ആക്ഷൻ എടുക്കണമെന്ന് ജഡ്ജിയുടെ അടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ജഡ്ജിയാണെങ്കിൽ എല്ലാവരുടെയും വാദവും കേട്ട ശേഷം അടുത്ത ഹിയറിംഗ് ഫൈനൽ ഹിയറിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നു. അവിടെ കച്ചിത് രാത്രി വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്ന കാൻഡിയെയാണ് കാണിക്കുന്നത്. കാൻഡി ജോലിയെല്ലാം ചെയ്യുന്നതിനിടയിൽ അവളുടെ മുമ്പിൽ അവളുടെ അമ്മയുടെ ഓർമ്മകളെല്ലാം വന്നുകൊണ്ട് അമ്മ അവളുടെ അടുത്ത് ഷ് എന്ന ഒച്ചയെല്ലാം എടുക്കുന്നു. ഇത് കേട്ടതും നായികയുടെ കൈ മുഴുവൻ രക്തമെല്ലാം വരുന്നത് കാണിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നു. ഈ സമയം കാൻഡിയുടെ ലോയർ കാൻഡിയുടെ വീടിന്റെ കോളിംബെല്ലാം ചെന്നടിക്കുന്നു. കാൻഡിയുടെ ഹസ്ബൻഡ് ചെന്ന് ഡോർ തുറന്നതും ലോയർ അടുത്ത ഹിയറിംഗിൽ നിങ്ങളാണ് പ്രധാന സാക്ഷിയാവാൻ പോകുന്നതെന്നും അതുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെല്ലാം അടുത്ത ഹിയറിംഗിന് മുമ്പായി തന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി അയാളോട് പറയുന്നു. അവിടേക്ക് ചെയ്ത് കോർട്ടിലെ ഫൈനൽ ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. ലോയർ കാൻഡിയുടെ ഹസ്ബൻഡിന്റെ അടുത്ത് കാൻഡിക്കും അലനും ഇടയിലുണ്ടായിരുന്ന അഫയറിനെ പറ്റി അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നു. കാൻഡിയുടെ ഹസ്ബൻഡ് താൻ അവരുടെ ലവ് ലെറ്റർ എല്ലാം കണ്ടിരുന്നു എന്ന് പറഞ്ഞതും ലോയർ ആ സമയം നിങ്ങൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് പ്രതികരിച്ചതെന്ന് തിരക്കുന്നു. ദാറ്റ് അവർക്കിടയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം ഉണ്ടായിരുന്നുവെന്നും കാൻഡിയുമൊത്ത് താൻ ഈ ലെറ്ററിനെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലെല്ലാം എത്തിയതായിരുന്നുവെന്ന് ജഡ്ജിയോട് ബോധിപ്പിക്കുന്നു. കാൻഡിയുടെ ഹസ്ബൻഡിന്റെ ഹിയറിംഗ് എല്ലാം കഴിഞ്ഞതും കോർട്ട് ഉടൻ തന്നെ സൈക്കാട്രിസ്റ്റിനെ ഹിയറിംഗിന് വേണ്ടി വിളിക്കുന്നു.
കാൻഡിയെ ഹിപ്നോട്ടൈസ് ചെയ്ത സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും സൈക്കാട്രിസ്റ്റ് എന്താണ് പറയാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അയാൾ കാൻഡിക്ക് ചെറുപ്പത്തിലെ മാനസികമായി ചെറിയ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് കാൻഡി ബെറ്റിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതെന്ന് ആ കോർട്ടിലുണ്ടായിരുന്ന എല്ലാവരോടുമായി പറയുന്നു. ഇത് കേട്ടതും ജഡ്ജി എന്താണ് പ്രശ്നമെന്ന് വിശദീകരിച്ച് പറയാൻ വേണ്ടി പറയുന്നു. സൈക്കാട്രിസ്റ്റ് കാൻഡിയെ താൻ ഹിപ്നോട്ടൈസ് ചെയ്ത സമയം കാൻഡിക്ക് ചെറുപ്പത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ആദ്യം പറഞ്ഞതെന്നും അതിൽ കാൻഡിയുടെ കുട്ടിക്കാലത്ത് മുറിവെല്ലാം പറ്റി കരഞ്ഞുകൊണ്ടിരുന്ന കാൻഡിയുടെ അടുത്ത് കാൻഡിയുടെ അമ്മ ഷ് എന്ന് ഒച്ചയെല്ലാം എടുക്കുന്നു. താൻ ഇത്രയും വേദനിച്ചുകൊണ്ട് കരയുന്നത് കേട്ടിട്ടും തൻ്റെ അമ്മ അങ്ങനെ ഒച്ചയെല്ലാം എടുത്തത് കൊണ്ട് നായികയുടെ മനസ്സിൽ ആ ഒരു ശബ്ദം ചെറുപ്പത്തിൽ തന്നെ ഒരു ട്രോമ പോലെ കിടക്കുന്നു. ഈ കേസിൽ ബെറ്റിയും കാൻഡി തന്നെ വെറുതെ വിടാൻ വേണ്ടി പറയുന്ന സമയം ഷ് എന്ന് ഒച്ചയെല്ലാം എടുത്തത് കേട്ട് കാൻഡിക്ക് തൻ്റെ മെമ്മറിയിൽ നിന്നും പഴയ ട്രോമയെല്ലാം ട്രിഗർ ആവുന്നുണ്ടെന്നും ആ ദേഷ്യത്തിന്റെ പുറത്താണ് കാൻഡി ഇതുപോലെ ഒരു ക്രൈം എല്ലാം ചെയ്തതെന്ന് ആ കോടതി മുറിയിലുണ്ടായിരുന്ന എല്ലാവരോടുമായി പറയുന്നു. സൈക്കാട്രിസ്റ്റിന്റെ ഹിയറിംഗ് കഴിഞ്ഞതും അവർ ഉടൻ തന്നെ ചർച്ചിലെ ഫാദറിനെ എല്ലാം വിളിച്ച് ചർച്ചിൽ വെച്ചുള്ള കാൻഡിയുടെ പെരുമാറ്റത്തെ പറ്റിയെല്ലാം ചോദിക്കുന്നു. ഫാദർ കാൻഡി ഒരിക്കലും ഇതുപോലെ ഒരു ക്രൈം ചെയ്യാൻ വേണ്ടി സാധ്യതയില്ലെന്നും അവൾ എല്ലാവരുടെ അടുത്തും വളരെയധികം സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കാറെന്നുമെല്ലാം കോടതിയിൽ വെച്ച് ജഡ്ജിയോട് പറയുന്നു. കേസിൽ കാൻഡിക്ക് അനുകൂലമായി വിധി വരും എന്ന് മനസ്സിലായതും ഗവൺമെന്റ് ലോയർ പണ്ട് നടന്ന കുറെ ക്രൈമിന്റെ എല്ലാം എവിഡൻസ് നിരത്തിക്കൊണ്ട് കാൻഡി ഈ കേസിൽ കുറ്റവാളിയാണെന്ന് വീണ്ടും വീണ്ടും കോടതിയുടെ അടുത്ത് തർപ്പിച്ച് പറയുന്നു. ജഡ്ജി കുറച്ചു നേരം ചിന്തിച്ച ശേഷം കാൻഡി ഈ കേസിൽ നിരപരാധിയാണെന്നും അവളുടെ എല്ലാ എവിഡൻസുകളും നിരത്തി വെച്ച് നോക്കിയാൽ അവൾ ഇത് സെൽഫ് ഡിഫെൻസിന് വേണ്ടി ചെയ്തതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതായി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറയുന്നു. കേസ് ജയിച്ചവർത്ത് വക്കീലിനും കാൻഡിക്കും വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. ഇതേസമയം അലന് ബെറ്റിയെ നഷ്ടപ്പെട്ടവർത്ത് വിഷമവും കാൻഡി കേസ് ജയിച്ചവർത്ത് സന്തോഷവുമെല്ലാം തോന്നുന്നുണ്ടെങ്കിലും അവന് എന്ത് പ്രകടിപ്പിക്കണമെന്നറിയാതെ കോടതിയിലെ ഒരു ചെയറിൽ സ്തംഭിച്ചിരിക്കുന്നു. അവിടെയൊക്കെ ചെയ്ത് വീട്ടിൽ വെച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാൻഡിയെയും ഹസ്ബൻഡിനെയുമാണ് കാണിക്കുന്നത്. കാൻഡി അവർ ഇനി നാട്ടിൽ നിൽക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ലെന്നും അത് അവരുടെ കുട്ടികളുടെ ഭാവിയെ വരെ ബാധിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ നാട്ടിൽ നിന്നും ജോർജിയയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. കാൻഡി തന്റെ സുഹൃത്തിനോട് യാത്രയെല്ലാം പറഞ്ഞ ശേഷം അവിടെ നിന്നും കാറിൽ കയറി ജോർജിയയിലേക്ക് പോകുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ അലന്റെ വീടിന്റെ മുമ്പിലൂടെ പാസ് ചെയ്തു കാൻഡി അലനെ അവസാനമായി മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അലന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ ഈ നാട്ടിൽ നിന്നും പോവുകയാണെന്നും പുതിയൊരു നാട്ടിൽ പോയി പുതിയൊരു ലൈഫെല്ലാം സ്റ്റാർട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അലനോട് പറയുന്നു. അവർ രണ്ടുപേരും പരസ്പരം അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി വിഷെല്ലാം ചെയ്ത ശേഷം കാൻഡി അവിടെ നിന്നും യാത്ര പറഞ്ഞുകൊണ്ടിറങ്ങുന്നു. അവൾ തൻ്റെ മനസ്സിലുള്ള എല്ലാ ഭാരവും ഇറക്കി വെച്ച സന്തോഷത്തിൽ അവൾ തൻ്റെ കുടുംബത്തോടൊപ്പം ജോർജിയയിലേക്ക് പോകുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇത് ആക്ച്വലി അമേരിക്കയിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തെ പറ്റി ബേസ് ചെയ്തെടുത്ത സീരീസ് ആയതുകൊണ്ട് തന്നെ ജോർജിയയിലെത്തി ഒരു വർഷത്തിന് ശേഷം കാൻഡിയും പാറ്റും തമ്മിൽ ഡൈവേഴ്സ് എല്ലാം ആവുന്നു. അലൻ പിന്നീടും ഒരു മാരേജ് എല്ലാം കഴിച്ച് നോക്കുന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായി വർക്ക് ആവാത്തത് കൊണ്ട് അതും സക്സസ് ആവാതെ പോകുന്നു. കാൻഡിയുടെ കേസ് ബാധിച്ചിട്ടുള്ള ആ ലോയർ കുറച്ച് വർഷം കഴിഞ്ഞതും ആ നാട്ടിലെ ഗവർണറായി ചുമതലയെല്ലാം ഏൽക്കുന്നു. ഇതുപോലത്തെ സീരീസുകളുടെയും മൂവീസിൻ്റെയും എല്ലാം എക്സ്പ്ലനേഷൻ വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.